അന്നത്തെ കുട്ടികളെ അന്നത്തെ കാലത്തെ സിനിമകളിലെ അക്രമങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയ സിനിമകളിലൊക്കെ എന്താ പറയുക, ഒരുപാട് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ, ബാലൻ കെ നായരുടെയൊക്കെ സിനിമയിലാണെങ്കിൽ ബലാത്സംഗ രംഗങ്ങൾ അങ്ങനെയൊക്കെ, അങ്ങനെ സ്വാധീനിക്കുമോ? അത് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഭയങ്കര രസകരമായ ഒരു ചോദ്യമാണ്. ഞാൻ 10 വയസ്സുള്ളപ്പോൾ കമൽഹാസൻ അഭിനയിച്ച സുകുമാരൻ്റെ കൂടെ അഭിനയിച്ച ഒരു ബാലതരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അന്തിവേലിലെ പൊന്നു. അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ടത് PN മണിയാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ അഭിനയം എന്ന് പറയുന്നത് എൻ്റെ 10 വയസ്സിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് സിനിമയോട് ഭയങ്കര താല്പര്യമാണ്. പുനലൂർ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ തായ്ലക്ഷ്മി പോലെയുള്ള തിയേറ്ററിൽ ചെല്ലം ടാക്കീസ് ഉണ്ട്, ഇപ്പോൾ അതില്ല, ചന്ദ്ര ടാക്കീസ് ഉണ്ട്, 2 ഓലഷെട്ടുകളായിരുന്നു. പിന്നെ രാംരാജ് വന്നു. ഇപ്പോൾ അവിടെ കുറേ മൾട്ടിപ്ലക്സിൽ തിയേറ്റേഴ്സൊക്കെ ഒരുപാട് പേര് വന്നു. പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ വിനോദോപാധി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. സിനിമ കാണാൻ വേണ്ടി കൊട്ടകയിലേക്ക് ആളുകൾ പോകും. ചന്ദ്ര ടാക്കീസിലിരുന്ന് ജയൻ്റെ തീനാളങ്ങൾ കണ്ട അനുഭവമൊന്നും ഇന്ന് ഞാൻ ഏത് സിനിമയിൽ ഏത് തിയേറ്ററിൽ പോയാലും എനിക്ക് ആ സുഖം കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കിട്ടുന്ന ഇപ്പോൾ ഒരു ലോകത്ത് ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഇടം എന്ന് പറഞ്ഞ തിയേറ്ററുകളാണ്. അവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, ജാതി മത വർഗീയ ഭേദമന്യേ, ജെൻഡർ പിന്നെ ഇനീക്വാലിറ്റി ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇരുട്ടിലിരുന്ന് കാണുന്ന ഏക കലാപ്രകടനം എന്ന് പറഞ്ഞ സിനിമയാണ്. ഉച്ചനീചത്വം ഇല്ല, തൊട്ടടുത്തിരിക്കുന്നവൻ ഏത് ജാതിയാണെന്ന് നോക്കണ്ട, പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു കടമയുണ്ട്.